ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു വാഷിംഗ് മെഷീനുമായിട്ടാണ്. നമ്മൾ ആദ്യമായിട്ടല്ല വാഷിംഗ് മെഷീനുമായിട്ട് വരുന്നത്. ഇതിന് മുന്നേ നമ്മൾ വന്നിട്ടുണ്ട്. സോ ആ വീഡിയോയുടെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിലുള്ള പല കംപ്ലയിൻറ്റുകൾ എങ്ങനെ സോൾവ് ചെയ്യാം, അതേപോലെ പല കംപ്ലയിൻറ്റുകൾ എങ്ങനെ ചെക്ക് ചെയ്യാം എന്നൊക്കെ ആയിരുന്നു അന്നത്തെ വീഡിയോകൾ. സോ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ ഈ ഒരു വാഷിംഗ് മെഷീനിൽ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് വാട്ടർ ലീക്കേജ് പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിപ്പോൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന പല ആളുകൾക്കും ഒരു തവണയെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് അറിയാത്ത ആളുകളുണ്ടാവും എന്താണ് വാട്ടർ ലീക്കേജ് പ്രോബ്ലം എന്ന്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ വാട്ടർ ഇൻലെറ്റ് കാണുന്നുണ്ട്. ഇത് നമുക്ക് റിൻസ് ചെയ്യുന്ന പാട്ടിലോട്ടോ അല്ലെങ്കിൽ വാഷ് ചെയ്യുന്ന പാട്ടിലോട്ടോ ഒക്കെ ഇത് കൊടുക്കാം. അതുപോലെ ഇപ്പോൾ ഇവിടെ വാഷ് റിൻസ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സെമി ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് സെപ്പറേറ്റ് ആയതുകൊണ്ട് അങ്ങനെ വരുന്നത്. ഇപ്പോൾ നമ്മളിവിടെ വാഷ് ഡ്രെയിൻ എന്ന് പറയുന്ന രണ്ട് പൊസിഷൻ നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ വാഷിലിട്ട് കഴിഞ്ഞിട്ട് പൈപ്പ് തിരിക്കുന്ന സമയത്ത് വെള്ളം ഈ ഒരു ടാങ്കിൽ എന്ത് ചെയ്യണം, ബ്ലോക്ക് ആവണം. വാഷറിൽ ബ്ലോക്കായി നിൽക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വാഷ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഒരു വാട്ടർ ലീക്കേജ് പ്രോബ്ലം വരുന്ന സമയത്ത് ഒരിക്കലും വെള്ളം അവിടെ ബ്ലോക്ക് ചെയ്യാതെ ആ ഡ്രെയിനിലൂടെ അതേ സമയം എന്ത് ചെയ്യുക, പുറത്തോട്ട് ഡ്രെയിൻ ചെയ്തുകൊണ്ട് പോവുക ചെയ്യുന്നത്. ഇപ്പോൾ വെള്ളം ഇവിടെ ബ്ലോക്ക് ആയില്ലെങ്കിൽ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ആയിരിക്കും ഇട്ടിട്ടുണ്ടാവുക, എങ്കിലും വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ ഈ ഒരു പ്രോബ്ലം അറിയാതെ പല ആളുകളും മെക്കാനിക്കിനെ വിളിച്ച് വരുത്തുകയൊക്കെ ചെയ്യും. സോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് തന്നെ സോൾവ് ചെയ്യാം. ഇത് പല ആളുകൾക്കും അറിയുന്നുണ്ടാവും എങ്ങനെ സോൾവ് ചെയ്യാമെന്നും, എങ്കിലും അറിയാത്തവരും ഉണ്ടാവും. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വാഷിംഗ് മെഷീൻ്റെ ബാക്ക് സൈഡിലുള്ള കവർ ഊരിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഊരിയെടുക്കാം. ഇപ്പോൾ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ ഉൾഭാഗം കാണാം. അവിടെ നമുക്ക് ആ ഒരു റിൻസിൻ്റെ ആ ഒരു സ്പിന്നർ മോട്ടർ കാണാം. താഴെ കപ്പാസിറ്ററും കുറേ വയർ കണക്ഷൻ കാണാം. ടൈമറിൽ നിന്നുള്ള സപ്ലൈയിൽ നിന്നുള്ള മോട്ടറിലോട്ടുള്ള വയറൊക്കെ ഇവിടെ ഉണ്ട്. പിന്നീട് നമുക്ക് ഒരു റൈറ്റ് സൈഡിലൊരു മോട്ടർ കൂടെ കാണാം. അത് വാഷർ മോട്ടറാണ്. വാഷർ മോട്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബെൽറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ബെൽറ്റ് വഴി നമ്മുടെ ആ ഒരു ഡ്രമ്മിലോട്ട്, വാഷറിൻ്റെ താഴെയുള്ള ഡ്രമ്മിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഡ്രമ്മ് തിരിയുമ്പോഴാണ് ഡ്രസ്സ് തിരിയുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു പമ്പുണ്ട്, വാട്ടർ പമ്പുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനൊരു പാർട്ട് കാണാം. ഈ ഒരു പാർട്ടിൽ പ്രശ്നം വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ വാട്ടർ ലീക്കേജ് വരുന്നത്. ഇപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മുടെ വെള്ളം ഇവിടെ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നൊക്കെ ഒരു പാർട്ട്. നമുക്കറിയാം, നമ്മൾ വാഷിംഗ് മെഷീനിൽ മുകളിൽ ഡ്രെയിൻ വാഷ് എന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഡ്രെയിൻ എന്ന് പറയുന്നത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സീലിംഗ് ആണ് ഇവിടെ ഉള്ളത്. നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതിൽ 4 നോബുകളായിട്ടാണ് ഇതുള്ളത്. അപ്പോൾ പല വാഷിംഗ് മെഷീനും പല പോലെ ആയിരിക്കുമെങ്കിലും ഇതുപോലെ നോബ് എന്തായാലും ഉണ്ടാവും, അല്ലെങ്കിൽ നോബില്ലാത്തതും ഉണ്ടാവും. നോബുള്ളത് നമുക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യാൻ നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പല ആളുകൾക്ക് ഇത് അറിയുന്നുണ്ടാവില്ല എങ്ങനെ ഓപ്പൺ ചെയ്യാന്നുള്ളത്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ലോക്ക് ചെയ്യുന്ന ആ ത്രെഡാണ് അവിടെ കാണുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന ആ ഒരു ലോക്കിംഗ് ത്രെഡാണ്. അത് ലോക്ക് ചെയ്ത് വെക്കുമ്പോഴാണ് നമ്മൾ ഡ്രെയിൻ വാഷ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗം മുകളിലോട്ടും താഴോട്ടും താവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കട്ടിംഗ് പ്ലെയർ യൂസ് ചെയ്തിട്ട് നമുക്കിത് ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ കട്ടിംഗ് പ്ലെയർ യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ് നമ്മൾ കൈകൊണ്ടൊന്നും തിരിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത് കിട്ടിക്കോണമെന്നില്ല. ഒരു പുതിയ വാഷിംഗ് മെഷീൻ ആണെങ്കിൽ ഒരിക്കലും നമുക്കത് കിട്ടണമെന്നില്ല. നല്ല ടൈറ്റായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ എടുക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മളൊരു നോബിൽ ഒരു ലോക്ക് ചെയ്ത് നിർത്തിയിട്ട് ഈ കട്ടിംഗ് പ്ലെയറിൻ്റെ ഒരു സൈഡ് അടുത്ത നോബിൽ ടച്ച് ചെയ്തിട്ട് വേണം ഇത് ഓപ്പൺ ചെയ്യാൻ. ഇതുപോലെ ഓപ്പൺ ചെയ്യണം, അല്ലെങ്കിൽ ഇത് കിട്ടില്ല. നിങ്ങൾ നേരെ പോയിട്ട് ഒരു പാർട്ടിൽ മാത്രം കട്ടിംഗ് പ്ലെയർ യൂസ് ചെയ്തിട്ട് തിരിച്ച് കഴിഞ്ഞാൽ ഈ നോബ് പൊട്ടിപ്പോവും. പിന്നെ നമുക്ക് തീരെ തുറക്കാൻ പറ്റാതാവുകയും ചെയ്യും. സോ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഇത് തുറക്കുകയാണ് ചെയ്യേണ്ടത്, കണ്ടോ. പിന്നെ നമുക്ക് കൈ കൊണ്ട് തുറന്ന് കഴിയുമ്പോൾ തന്നെ അത് ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു പാർട്ടാണ് വാഷിംഗ് മെഷീനിൽ വെള്ളം ബ്ലോക്ക് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. നമ്മൾ ഡ്രെയിനും വാഷ് ഇടുന്ന സമയത്ത് മുകളിലോട്ട് താഴോട്ട് പൊങ്ങുകയും താഴുകയും ചെയ്യുമ്പോഴാണ് വെള്ളം അവിടെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നത്. ഇതിന് പറയുന്ന പേര് വാട്ടർ വാൽവ് റബ്ബർ സീൽ എന്നാണ്. അപ്പോൾ ഈ റബ്ബർ സീല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷോപ്പിൽ നിന്ന് മേടിക്കാനൊക്കെ കിട്ടും. പിന്നെ ഈ ഒരു വാട്ടർ ലീക്കേജ് പ്രോബ്ലം മെയിനായിട്ട് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പാർട്ടിൽ നമുക്കിവിടെ കാണാം. ഈ ഒരു പാർട്ടിൽ കോയിന്, അതേപോലെ നമ്മുടെ പിൻസൊക്കെ കുടുങ്ങുന്ന സമയത്ത് മെറ്റൽ പാർട്ടുകളൊക്കെ നമ്മുടെ ഡ്രസ്സിലുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ വന്ന് ബ്ലോക്ക് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. കോയിനുകളൊക്കെ നമ്മളിവിടെ ചെക്ക് ചെയ്യുക. ഈ ഒരു ഭാഗം ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ വല്ല കോയിൻസോ പിൻസൊക്കെ ഉണ്ടോ നോക്കുക. വല്ല കോയിനുകളോ പിന്നുകളൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് ഒഴിവാക്കിയതിന് ശേഷം ഇത് തിരിച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്താൽ മതി. ആ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും.
എന്നിട്ടും സോൾവ് ആയില്ലെങ്കിൽ നമ്മുടെ ഈ ഒരു റബ്ബർ സീലിൽ വല്ല ഹോൾസോ ബ്രേക്കോ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ നോക്കുക. അങ്ങനെ ഹോളുകളൊക്കെ ഉണ്ടെങ്കിലും വെള്ളം ഇവിടെ ലീക്കായി പോകും. അപ്പോൾ നമുക്ക് ഈ റബ്ബർ സീൽ എന്ത് ചെയ്യാൻ പറ്റും, ഷോപ്പിൽ നിന്ന് മേടിച്ചതിന് ശേഷം നമുക്കിത് റീപ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്കിത് ഓൺലൈനിലൂടെയൊക്കെ ഈ ഒരു റബ്ബർ സീൽ മേടിക്കാൻ കിട്ടുന്നതാണ്. അല്ലെങ്കിൽ ഷോപ്പിലൊക്കെ പോയിട്ട് ഞങ്ങളത് മേടിച്ച് തിരിച്ച് ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ ത്രെഡും കൂടെ കിട്ടും. ഇപ്പോൾ ഈ ഒരു പിക്ക് ഞാനിവിടെ വെക്കുന്നുണ്ട് സൈഡിൽ. അപ്പോൾ ഇത് നമ്മൾ തിരിച്ച് ഈസി ആയിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കാവുന്നതുള്ളൂ. ഒരു മെക്കാനിക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കതിനെ വീട്ടിൽ തന്നെ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. പല ആളുകൾക്കും അറിയുന്നുണ്ടാവുമെങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.